ഹലോ ഗൈസ്, അങ്ങനെ ഇന്നാണ് ശിവരാത്രി. ഞാൻ രാവിലെ എണീച്ച് ഇനി റെഡി ആവണം. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞ്. ഇനി ഞാൻ പോയി റെഡിയായിട്ട് നേരെ കോവിലോട്ട് പോകണം. കാര്യം ഞാൻ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ട്. നമ്മൾ കോവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ആദിത്യൻ. അങ്ങനെ നമ്മളിനി കോവിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ അടുത്തെത്തി. നമ്മൾ കോവിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കോവിൽ. ഈ കോവിലിൻ്റെ ഒരു കുന്നത്ത് ശിവക്ഷേത്രം എന്നാണ്. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത് ഇവിടെ കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിൽ കയറുകയാണ്. ഇതാണ് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രം. അങ്ങനെ എനിക്കറിയാം, ഇപ്പോൾ ശിവരാത്രി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ഈ കോവിലും കൂടെ കയറി തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ഇതാണ് ആ കോവിലിൻ്റെ ഫ്രണ്ട്. നമ്മളിനി കയറി തൊഴുതിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. ഇതാണ് അവിടുത്തെ മണ്ഡപം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി. നമ്മൾ ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അടുത്താണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പടച്ചോറാണ് കഴിച്ചത്. നമ്മൾ രാത്രി കോവിലെത്തി ശിവരാത്രി ഇരിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കോവിലിരുന്ന് ഇതൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ മൊത്തം 108 വലം വയ്ക്കണം. 108 പ്രാവശ്യം എഴുതാൻ വേണം. ഞാനത് മൊത്തം എഴുതി കഴിഞ്ഞ് നമ്മളിപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് ഇതെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദൂരം നടക്കേണ്ടി വരും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് തീരാറായി. ഇനി ഒരു വലം കൂടെ കഴിഞ്ഞാൽ 108 വലമായി. അങ്ങനെ നമുക്ക് നിർത്താം. ഇപ്പം 1 മണി അടുപ്പിച്ചാവാറായി. ആ സമയത്താണ് നമ്മൾ എടുത്ത് തീരാറായത്. ഇനി ബാക്കി സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് ഈ കോവിലിൻ്റെ മറ്റേ അലങ്കാര പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ സൈഡിൽ ലൈവ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബോറടിയൊന്നും ഇല്ലാതെ ഫുള്ളൊരു വൈബായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇരുന്ന കോവിലിൻ്റെ ആ ഒരു ആർച്ച് എന്ന് പറഞ്ഞാൽ പേരെഴുതിയിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് മൊത്തം ലൈറ്റൊക്കെ ആയതുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ രാവിലെ 6 മണിക്ക് അവിടെ ഇരുന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടെ കോവിലോട്ട് പോവുകയാണ്. കാര്യം ഇപ്പോൾ കുളിച്ചിട്ട് ചെന്നാലേ പ്രസാദം കിട്ടൂ. ആ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് പ്രാവശ്യം കോവിലിലോട്ടൊക്കെ പോകേണ്ടി വരും ശിവരാത്രിയിൽ. അങ്ങനെ ഒരു 8:30 ആവാറായപ്പോൾ നമ്മൾ എൻ്റെ വീടെത്തി. അങ്ങനെ ഇപ്പം സമയം 6:10 ആയി. ഇനി നമ്മൾ ദീപാരാധന തൊഴാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ ഉറങ്ങാതെ പിടിച്ചു നിന്ന് എൻ്റെ കൂട്ടുകാരന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവന്മാരാരും ഉറങ്ങിയില്ല. അങ്ങനെ നമ്മൾ കോവിലോട്ട് ദീപാരാധന തൊഴാൻ വേണ്ടി പോവുകയാണ്. ഈ ദീപാരാധന തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. രാവിലത്തെ പ്രസാദം ബാക്കിയുണ്ടായിരുന്നു, നമുക്ക് വീണ്ടും കിട്ടി. അതാണ് കയ്യിലിരിക്കണം. ഇനി നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക. അതാണ് പരിപാടി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചില്ലല്ലോ. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദിത്യൻ. ബാക്കി 2 പേരുടെ പേര് ഞാൻ ഇപ്പോൾ പറയണില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 7:15 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. ഡൗട്ടാണ്, എന്നാലും ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. സോ അവിടെ എത്താറായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഈ ഒരു തേരയും കൂടെ കയറി കഴിഞ്ഞ് എൻ്റെ വീടാണ്. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് വെച്ചാണ് ചെറിയ ഇവിടെ ഭയങ്കര ഇരുട്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്കം വരും. പക്ഷേ അത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ പ്രാവശ്യത്തെയും കൂടെ കൂട്ടി 2ാമത്തെ പ്രാവശ്യമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ 2 പ്രാവശ്യം ഉറങ്ങിയിട്ടില്ല. സോ നിങ്ങളെടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എനിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം. ഞാൻ വളരെ മിനി വ്ളോഗായിട്ടാണ് എടുത്തത്. സോ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.